ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 013/2024 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി, ശ്രീ യു ഷറഫ് അലി ആണ് ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ട് വരുന്ന. ആരാണ്? ശ്രീ യു ഷറഫ് അലി. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3യുടെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഷെയ്പ്പാണ്. അടുത്ത ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി, പി വത്സലയ്ക്കാണ്. ആർക്കാണ്? പി വത്സലയ്ക്കാണ്. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 5ൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, നിഴലുകൾ ഉറങ്ങുന്ന വഴികളാണ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ചോദിച്ചേക്കുന്നത്. ഏത് ദിവസമാണ്? 6ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഓഗസ്റ്റ് 23 വൈക്കം സത്യാഗ്രഹം നേതൃത്വം നൽകിയത്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് 7 ഓപ്ഷൻ ബി, TK മാധവനാണ് അല്ലേ. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ രാജഭാഷയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ആരാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ കേരളത്തെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരായിട്ടുള്ള വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് 10ാമത്തെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്, 3 മാത്രമാണ്. ബാക്കിയെല്ലാം എന്താണ്? അദ്ദേഹത്തിന് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തതാണ്. ബാക്കിയെല്ലാം ബ്രിട്ടീഷ് ഭരണത്തിൽ വെണ്ണീച ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം സ്ഥാപിച്ചു, ഒക്കെ എന്താണ്? വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ? കായലുകളും അഴിമുകളും കാണപ്പെടുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ, അറബിക്കടലും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. അപ്പോൾ ഏതൊക്കെയാണ് ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് കേട്ടോ. ഇന്ത്യയിലെ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? ഏത് വർഷമാണ് ഇന്ത്യയിലെ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്? 1853 ഇന്ത്യയിലെ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത് എന്നാണ്. 1853. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? 14 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത്. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല? ഏത് ഇരുമ്പുരുക്ക് ശാലയാണ് 1959 ജർമ്മൻ സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ടത്? 15 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റുക്കേലയാണല്ലേ. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഏത് സംസ്ഥാനമാണ് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യൻ 1ാം സ്ഥാനത്തുള്ളത്? ഉത്തർപ്രദേശാണ്. ഏതാണ്? ഉത്തർപ്രദേശാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഏത് ദേശീയപാതയിലാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉൾപ്പെടുന്നത്? ദേശീയ ജലപാത 3 ആണല്ലേ. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യയുമായിട്ട് വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അഫ്ഗാനിസ്ഥാനാണ്. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ? യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? യങ് ഇന്ത്യൻ പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്? 19 റൈറ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ, മഹാത്മാഗാന്ധിയുടെയാണ് യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷതയിൽ അല്ലാത്തത് ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 20 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ
ഭരണഘടനയെ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് അനുച്ഛേദ പ്രകാരമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി 21A ആണ്. ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്തിലാണ്? ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത ചോദ്യം, ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഏത് സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത്? 24 റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനമാണ്. ദേശീയപാതയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ദേശീയപാത നീളവും വീതിയും തമ്മിലുള്ള അനുപാതം വരുന്നത് 3:2 ആണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഏത് വർഷത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്? 26 റൈറ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി 93 ഒക്ടോബർ 12-നാണ്. ഇന്ത്യയുടെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഏത് വർഷത്തിലാണ് ഇന്ത്യയുടെ വിവരാവകാശ നിയമം നിലവിൽ വന്നിട്ടുള്ളത്? 27 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഒക്ടോബർ 12, 2005 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 28 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി അനുച്ഛേദം 21 ആണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിൽ എഴുതിയിരിക്കുന്നു? ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗിരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ഏത് ലിപിയിലാണ്? ദേവനാഗിരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഇന്ത്യൻ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യൻ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? കടുവയാണല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു. 30 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബിയും 31 റൈറ്റ് ആൻസർ ഓപ്ഷൻ സിയും ആണല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങൾ കുറിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? കുറിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണല്ലേ. രാമനമ്പിയാണ് കുറിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയത്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആര്? ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? 33 രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം, 2023 ഇന്ത്യൻ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന G2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? 2023 ഇന്ത്യൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ G20 ഒത്തുകൂടി 2023 ഇന്ത്യയിലും 2024 ഏത് രാജ്യത്തുമാണ് നടക്കാൻ പോകുന്നത്? 34 ഓപ്ഷൻ ബി ബ്രസീലിലാണ് കേട്ടോ. ബ്രസീലാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അന്തർദേശീയ സാഹോദര്യത്തിൽ ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? 35 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വിശ്വഭാരതിയാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയെ വെളിപ്പെടുത്തി ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവന? ദാദാഭായ് നവറോജിയുടെയാണ് ചോർച്ച സിദ്ധാന്തം. സാറേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ് ആ ഗാനത്തിൻ്റെ രചയിതാവായിട്ട് വരുന്നത്? 38 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായി ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ് നദീതട പദ്ധതി എന്ന് പറയുന്നത്? 39 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? 42 ഓപ്ഷൻ ബി PT ഉഷയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? കൊച്ചി മെട്രോ ഏത് വർഷമാണ് കൊച്ചി മെട്രോ നിലവിൽ വന്നിട്ടുള്ളത്? 43 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 2017 കൊച്ചി മെട്രോ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, കേരള നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഏത്? പാമ്പാർ എന്ന് പറയുന്നത് കേട്ടോ. 44 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ്? 45 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഭാരതപ്പുഴയാണ്. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത അതാണ്? 46 ഓപ്ഷൻ ബി നഞ്ചിയമ്മയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ പള്ളിവാസൽ വൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ വൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്.
വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളുടെ സംരക്ഷണത്തിന് കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് വംശനാശം വേണ്ട വരയാടുകളുടെ ദേശീയോദ്യാനമായിട്ട് വരുന്നത്? ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? 50 ഓപ്ഷൻ ബി നെയ്യാറ്റിൻകരയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ്? അരുവിപ്പുറം അല്ലേ? 52 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് കേട്ടോ. ആറ്റിങ്ങൽ കലാപമാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്? 1924 ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ഏതാണ്? അരയ സമാജമാണ്. ഏതാണ്? അരയ സമാജം. അടുത്തത്, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂര് വരെയായിരുന്നു. ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂര് വരെയായിരുന്നു. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് പയ്യന്നൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് എന്ന് പറഞ്ഞതാണ് നെടുങ്ങാടി ബാങ്കാണ്. 2024 നടക്കുന്ന ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരം? 2020. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. 61 ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന ജീവികളെ സംബന്ധിച്ച് പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദിച്ചേക്കുന്നത്. 62 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 4 മാത്രമാണ്. അടുത്ത ചോദ്യം, ഒരു ബാക്ടീരിയ പകർച്ചവ്യാധിയായി കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്ന ഏത് രീതിയിലാണ്? 63 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സമ്പർക്കം മുഖേനയാണ്. ഏതാണ്? സമ്പർക്കം മുഖേന. അപ്പോൾ ഏത് രീതിയാണ് കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? 63 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇങ്ങനെയാണ്, സമ്പർക്കം മുഖേനയാണ്. സമ്പർക്കം മുഖേന. അടുത്ത ചോദ്യം, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. 64 പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ സ്നേഹസ്പർശമാണ്. ഏതാണ്? സ്നേഹസ്പർശമാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിക്കുന്ന പ്രവർത്തനമാണ് ഫാങ്കോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? 65 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർ ചെടിയുടെ സങ്കര ഇനമാണ് ചോദിച്ചേക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ് ഇതിനകത്ത് പയർ ചെടിയുടെ സങ്കര ഇനം എന്ന് പറയുന്നത്. വനവിഭവമല്ലാത്തത് ഏതാണ്? നമ്മൾ കൊടുത്തേക്കുന്നതിൽ വനവിഭവമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? മണ്ണെണ്ണയാണല്ലേ. ഒറ്റ നോട്ടം തന്നെ മനസ്സിലാവും. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകമാണ് ചോദിച്ചിട്ടുള്ളത് സൾഫർ ഡയോക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഈ 69 ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണല്ലേ. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക എന്ന് പറയുന്നത് റൂദർഫോർഡിൻ്റെ സംഭാവനയാണല്ലേ. റൂദർഫോർഡാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചോദ്യം, അടുത്ത ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ? സിങ്കിൻ്റെ ആധുനിക പീരിയോഡിക് ടേബിൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഉത്കൃഷ്ട വാതകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 18ാം ഗ്രൂപ്പിലാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള ഓക്സിജൻ ഉപയോഗത്തിൽ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 74 ഏതാണ്? 74 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിനാണ്. ഇനി ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? 75 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? 76 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, ഭ്രമണ ചലനമാണ്. അടുത്ത ചോദ്യം, ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് വരുന്നത്? ഓപ്ഷൻ എ രാകേഷ് ശർമ്മയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ
നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അപവർത്തനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപ പ്രക്ഷേപണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 79 റൈറ്റ് ആൻസർ. ഉദാഹരണം ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 80ാമത്തെ ചോദ്യത്തിന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 1ഉം 2ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി കാണാം. താങ്ക് യു സോ മച്ച്.